ഹായ് ജംബു ഹോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു. അതിൽ ക്ലാസ് സിയും ക്ലാസ് ബിയും അതുപോലെ തന്നെ ക്ലാസ് എയും നമ്മൾ സബ്നെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ സബ്നെറ്റിങ്ങിൻ്റെ വേറെ VLSM വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്കിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും സബ്നെറ്റിംഗ് തന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ ഏത് കോഴ്സും പഠിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ പോസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം 2500 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമ്മൾ ക്ലൗഡിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഓരോരോ ഇത് ഇപ്പോൾ 5000 അല്ലെങ്കിൽ 10000 ആയി കഴിഞ്ഞാൽ CCNPയുടെ ക്ലാസ് ഉണ്ടാകും. 5000 ആയി കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ സർവറിൻ്റെ ക്ലാസ് ഉണ്ടാകും. പിന്നെ അതിൻ്റെ 10000ൻ്റെ മുകളിലോട്ടായി കഴിഞ്ഞാൽ നമ്മൾ സൈബർ സെക്യൂരിറ്റിയുടെ ക്ലാസ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ക്ലാസ്, അങ്ങനെ നെറ്റ്വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിക്ക കോഴ്സുകളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കരിയർ നെറ്റ്വർക്കിംഗ് ഫീൽഡിലോട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നെറ്റ്വർക്കിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സുമായിട്ട് CCNA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ VLSM വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്കിംഗ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ആ ടോപ്പിക്കല്ല, നോർമൽ സബ്നെറ്റിംഗ് ആയിരുന്നു അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് നമ്മൾ വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്കിംഗ് VLSM എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് VLSM എന്ന് പറയാം. ഇപ്പോൾ സബ്നെറ്റിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? സബ്നെറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. IP അഡ്രസ്സിൻ്റെ IP അഡ്രസ്സ് വേസ്റ്റായി പോകുന്നത് കുറയ്ക്കാൻ ഒരു നെറ്റ്വർക്ക് IP തന്നെ എടുത്തിട്ട് അതിനെ 4ആക്കിയോ 8ആക്കിയൊക്കെ ഡിവൈഡ് ചെയ്ത് നമ്മുടെ നെറ്റ്വർക്കിന് പോകാനാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ ഓഫീസിൽ മൊത്തം ഒരു 4 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. എൻ്റെ ഓഫീസിൽ മൊത്തം ഒരു 4 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു 10 PC അല്ലെങ്കിൽ 15 PC വീതമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 4 ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. ഓക്കെ, 4 ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം ഒരു 30 ഹോസ്റ്റ് എന്ന് വെച്ചാൽ 30 കമ്പ്യൂട്ടർ വരുന്നുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 20 കമ്പ്യൂട്ടർ വരുന്നുണ്ട്. വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 15 കമ്പ്യൂട്ടർ വരുന്നുണ്ട്. വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 10 കമ്പ്യൂട്ടർ വരുന്നുണ്ട്. ഇങ്ങനെ മൊത്തം 4 ഡിപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ ഓഫീസിലുള്ളത്. അപ്പോൾ 4 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു IP അഡ്രസ്സിന് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് 192.168.10.0 26 കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ 26 കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് നെറ്റ്വർക്ക് എത്ര കിട്ടും? 4 കിട്ടുക. നമ്പർ ഓഫ് ഹോസ്റ്റ് എത്ര കിട്ടും? 62 കിട്ടും. ബ്ലോക്ക് സൈസ് എത്ര കിട്ടും? 64 കിട്ടും. സബ്നെറ്റ് മാസ്ക് എത്ര വരിക? 255, 255, 255, 192 കിട്ടും. ഇങ്ങനെയാണ് 26 കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് ഒരു നെറ്റ്വർക്കിൽ എത്ര സിസ്റ്റങ്ങളെ വീതം ആഡ് ചെയ്യാൻ പറ്റും? ഒരു നെറ്റ്വർക്കിൽ നമുക്ക് 62 കമ്പ്യൂട്ടറിനെ വീതം ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എത്ര കമ്പ്യൂട്ടർ വീതം ഉണ്ട് നോക്കുക. നമുക്ക് എത്ര കമ്പ്യൂട്ടർ വീതം ഉണ്ട്? നമുക്ക് ഒരെണ്ണത്തിൽ 30 കമ്പ്യൂട്ടർ ഉള്ളത്. അപ്പോൾ അവിടെ ഏകദേശം നമുക്കൊരു 32 IP അഡ്രസ്സ് അവിടെ വേസ്റ്റാണ്. മൊത്തം 62 ഒരു നെറ്റ്വർക്കിൽ കിട്ടുക. നമുക്ക് അവിടെ 30 IP അഡ്രസ്സാണ് അവിടെ ആകെ ഉപയോഗിക്കുക. അപ്പോൾ 32ഓളം IPകൾ അവിടെ ബാലൻസ് ഉണ്ട്. രണ്ടാമത്തെ നെറ്റ്വർക്കിൽ എത്രയുണ്ട്? 20 കമ്പ്യൂട്ടർ, ഏകദേശം 42ഓളം IPകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അടുത്തൊരു 15 കമ്പ്യൂട്ടറാണ്, ഏകദേശം ഒരു 47ഓളം IP അഡ്രസ്സ് അവിടെ ബാലൻസ് ഇരിക്കുന്നുണ്ട്. അടുത്തതിൽ 10 കമ്പ്യൂട്ടർ, ഏകദേശം 52 കമ്പ്യൂട്ടറോളം അവിടെ കമ്പ്യൂട്ടറിലെ IPയോളം അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന IP അഡ്രസ്സിൽ ഉണ്ടാകുന്ന വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു IP അഡ്രസ്സിനടുത്ത് 26 കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം ഇപ്പോൾ ഈ 4 ഡിപ്പാർട്ട്മെന്റിലും പാടെ 32 IP, ഒരെണ്ണത്തിൽ 42 IP, അടുത്തിൽ 47, അടുത്തിൽ 52 IPയോളം അവിടെ ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതും IP അഡ്രസ്സിന്റെ വേസ്റ്റേജ് കുറയ്ക്കാനാണെങ്കിൽ പോലും ഇവിടെയും നമുക്ക് എന്ത് ആകുന്നുണ്ട്, IP അഡ്രസ്സിന് വേസ്റ്റേജ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ IP അഡ്രസ്സിന് ഇങ്ങനെ ഉണ്ടാകുന്ന വേസ്റ്റേജ് പരിഹരിക്കാൻ ഈ ഒരു സബ്നെറ്റിങ്ങിലൂടെ വരുമ്പോഴും ഉണ്ടാകുന്ന വേസ്റ്റേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള അടുത്തൊരു സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന VLSM എന്ന് പറയും. VLSM എന്ന് പറഞ്ഞാൽ വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്ക്. ഇതിന് നമുക്ക് ഇത്തരം ഉണ്ടാകുന്ന IP അഡ്രസ്സിന്റെ വേസ്റ്റേജിനെയും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് VLSM സബ്നെറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ VLSM സബ്നെറ്റിംഗ്, നോർമൽ സബ്നെറ്റിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നോർമൽ സബ്നെറ്റിംഗ് ചെയ്തവരാണെങ്കിൽ അതറിയാവുന്നെങ്കിൽ VLSM വളരെ ഈസിയാണ്. ഇപ്പോൾ VLSM സബ്നെറ്റിംഗ് നമുക്ക് ആദ്യം ഒരു ടേബിൾ വേണം. ഇപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ CADR വാല്യൂ, നമ്പർ ഓഫ് നെറ്റ്വർക്ക്, പിന്നെ ബ്ലോക്ക് സൈസ്, സബ്നെറ്റ് മാസ്ക്, പിന്നെ നമ്പർ ഓഫ് ഹോസ്റ്റ്. ഈ ഒരു ടേബിൾ നമുക്ക് അറിയണം. ഈ ഒരു ടേബിൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വരുന്നതാണ്. ഞാൻ ടേബിൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. CADR വാല്യൂ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. CADR വാല്യൂ 25 കൊടുക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് നെറ്റ്വർക്ക് 2 വരിക. ഓരോ നെറ്റ്വർക്ക് തമ്മിലുള്ള അകലം 128 വരിക. സബ്നെറ്റ് മാസ്ക് 128 വരിക. നമ്പർ ഓഫ് ഹോസ്റ്റ് 126. ഒരു നെറ്റ്വർക്കിൽ 126 കമ്പ്യൂട്ടറിന് ഇതാണ് ആഡ് ചെയ്യാൻ പറ്റുക. 26 ആണെങ്കിൽ നമ്പർ ഓഫ് നെറ്റ്വർക്ക് 4 ബ്ലോക്ക് സൈസ് 64 സബ്നെറ്റ് മാസ്ക് 192 നമ്പർ ഓഫ് ഹോസ്റ്റ് 62 ബ്ലോക്ക് സൈസ് 27 ആണെങ്കിൽ നമ്പർ ഓഫ് നെറ്റ്വർക്ക് 8 ബ്ലോക്ക് സൈസ് 32 സബ്നെറ്റ് മാസ്ക് 224 നമ്പർ ഓഫ് ഹോസ്റ്റ് 30 ഒരെണ്ണത്തിൽ 30 കമ്പ്യൂട്ടറിന് ഇതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ലാബുകളിൽ ചെയ്ത അതേ ഇതാണ്. 28 കൊണ്ട് നമ്മൾ ചെയ്തു നോക്കിയിട്ടില്ല. 16 വരും. ബ്ലോക്ക് സൈസ് വന്നിട്ട് നമ്പർ ഓഫ് നെറ്റ്വർക്ക് 16 വരും. ബ്ലോക്ക് സൈസ് വന്നിട്ട് 16 വരും. സബ്നെറ്റ് മാസ്ക് വന്നിട്ട് 240 വരും. നമ്പർ ഓഫ് ഹോസ്റ്റ് വന്നിട്ട് 14 വരും. 29 കൊണ്ട് ചെയ്യുവാണെങ്കിൽ 32 നെറ്റ്വർക്ക് ആക്കാൻ പറ്റും. ബ്ലോക്ക് സൈസ് 8 വരും. സബ്നെറ്റ് മാസ്ക് 248 വരും. നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത് 6 വരും. 30 കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ഓഫ് നെറ്റ്വർക്ക് 64 വരിക. ബ്ലോക്ക് സൈസ് 4 വരിക. സബ്നെറ്റ് മാസ്ക് 252 കിട്ടുക. നമ്പർ ഓഫ് നെറ്റ്വർക്ക് എത്ര കിട്ടുക? നമ്പർ ഓഫ് ഹോസ്റ്റ് 2 കിട്ടുക. ഇത് നമ്മൾ കഴിഞ്ഞ ലാബിൽ നമ്മൾ 25, 26, 27 കൊണ്ട് ചെയ്തില്ലേ? 28, 29, 30 കൊണ്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് നെറ്റ്വർക്കും ബ്ലോക്ക് സൈസും സബ്നെറ്റ് മാസ്കും അതേപോലെ തന്നെ നമ്പർ ഓഫ് ഹോസ്റ്റും ഇങ്ങനെയാണ് വരിക. ഈ ഒരു ടേബിൾ നമുക്ക് അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് VLSM സബ്നെറ്റിംഗ് കിട്ടുക. VLSM സബ്നെറ്റിംഗ് ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് VLSM സബ്നെറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ 4 ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. 4 ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 30 എണ്ണം, അടുത്തതിൽ 25 എണ്ണം, അടുത്തതിൽ 15 എണ്ണം, അടുത്തതിൽ 10 എണ്ണം. ഇങ്ങനെയല്ലേ ഉള്ളത് VLSM? ഇത്രയും നെറ്റ്വർക്കുകളാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വേണ്ടത് അല്ലേ? നമ്മുടെ കയ്യിൽ ഒരു ടേബിൾ ഇല്ലേ? സബ്മിറ്റ് ചെയ്തപ്പോൾ വന്നപ്പോൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ടേബിൾ ഉണ്ടല്ലോ. ഈ ടേബിൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് VLSM ചെയ്യാനായിട്ട് പറ്റും. ഈ ടേബിൾ എങ്ങനെ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞില്ലേ? കഴിഞ്ഞ ലാബിൽ നമ്മൾ ചെയ്ത സബ്നെറ്റിന്റെ ടേബിളാണിത്. വേറെ ഒന്നും
ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കി എഴുതിയതൊന്നുമല്ല, സബ്നെറ്റിന്റെ ആ ഒരു ടേബിളാണ്. 25 കൊണ്ട് ചെയ്താൽ എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും, 26 കൊണ്ട് ചെയ്താൽ എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും, 27 കൊണ്ട് ചെയ്താൽ എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും, 28 കൊണ്ട് ചെയ്താൽ എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും, 29 കൊണ്ടും 30 കൊണ്ടും ചെയ്താൽ എത്ര നെറ്റ്വർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിന്റെ ഒരു ടേബിൾ നമ്മൾ ആ കഴിഞ്ഞ സബ്നെറ്റിങ് ചെയ്തു പോയതിന്റെ അതേ ടേബിളാണ്. ഇവിടെ 4 ഡിപ്പാർട്ട്മെന്റ് ആണ് എനിക്കുള്ളത് അല്ലേ. 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം VLSM ചെയ്യുമ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. VLSMൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടേബിളാണ്. ആ ടേബിളിൽ എന്തൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ആ ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവണം നോക്കാം. ആദ്യം നമ്പർ ഓഫ് നെറ്റ്വർക്ക്. ഇതിന് നമുക്ക് എ എന്നും ഇതിനെ ബി എന്നും ഇതിനെ സി എന്നും ഇതിനെ ഡി എന്നും വിളിക്കാം. അപ്പോൾ എ ബി സി ഡി. നമ്പർ ഓഫ് ഹോസ്റ്റ്. എയിൽ 30 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞേ, ബിയിൽ 25 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞേ, സിയിൽ 15 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞേ, ഡിയിൽ 10 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞേ. ബ്ലോക്ക് സൈസ്, സബ്നെറ്റ് മാസ്ക്, CIDR. അപ്പോൾ 30 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് ബ്ലോക്ക് സൈസ് എടുക്കണ്ടേ? ബ്ലോക്ക് സൈസ് 128 എടുത്താൽ നമുക്ക് 126 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യാം. ബ്ലോക്ക് സൈസ് 64 എടുത്താൽ 62 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യാം. ബ്ലോക്ക് സൈസ് 32 എടുത്താൽ 30 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യാം. നമുക്കിവിടെ എത്ര എണ്ണം ഉണ്ട്? 30 ഹോസ്റ്റ് വരുന്നുണ്ട് അല്ലേ. ഈ 30 ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 30 കമ്പ്യൂട്ടറാണ് അല്ലേ. 30 കമ്പ്യൂട്ടറാണ്. 30 ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ 30 കമ്പ്യൂട്ടർ അല്ലേ ഉള്ളത്. അപ്പൊ ഈ 30 കമ്പ്യൂട്ടറിനെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്കവിടെ ശരിക്കും 30 IP പോരാ. 30 കമ്പ്യൂട്ടറാണ് അവിടെ ഉള്ളത്. നമുക്ക് ഈ ഒരു ഞാനൊരു ഡെമോ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് 30 കമ്പ്യൂട്ടർ അല്ലേ അവിടെ ഉള്ളത്. 30 കമ്പ്യൂട്ടർ അല്ലേ ഉള്ളത്. ഓക്കെ, 30 കമ്പ്യൂട്ടർ ഇടുമ്പോൾ ഇതെങ്ങനെ വരുന്നത്? നമുക്ക് ഇതൊരു സ്വിച്ച്, ഈ സ്വിച്ചിലോട്ടാണ് 30 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ 30 IP ഉപയോഗിക്കണം. പിന്നെ ഈ സ്വിച്ച് ഒരു റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു IP വേണ്ടേ. അപ്പൊ ശരിക്കും നമുക്ക് 30 ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ 30+1 ഒരു IP ഇവിടെ കൊടുക്കണ്ടേ. നമ്മുടെ ഗേറ്റുമായിട്ട് സെറ്റ് ചെയ്യുന്ന IP 30 ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ 30 കമ്പ്യൂട്ടറേ ഉള്ളൂ. വീണ്ടും നമുക്ക് അവിടെ ഒരു IP ആവശ്യമായിട്ട് വരും. എവിടെ വരും? കാരണം ആ നെറ്റ്വർക്കിനെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണ്ടേ. ആ നെറ്റ്വർക്കിനെ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെയും നമുക്കൊരു IP ആവശ്യമായിട്ട് വരും. അപ്പൊ 30+1 31 IP ശരിക്കും ആവശ്യമായിട്ട് വരും. അപ്പൊ ഇവിടെ ബ്ലോക്ക് സൈസ് നമ്മൾ ബ്ലോക്ക് സൈസ് ഇവിടെ എടുക്കുന്നത് 30 ബ്ലോക്ക് സൈസ് എടുക്കുന്നത്. അല്ല, ബ്ലോക്ക് സൈസ് എടുക്കുന്നത് 32 ആണെങ്കിൽ 30 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്കവിടെ IP തികയാതെ വരും. ഗേറ്റ് വേയിട്ട് കൊടുക്കാൻ IP ഇല്ലാതെ വരും. കാരണം 30 IP PC-കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗേറ്റ് വേക്ക് കൊടുക്കാൻ IP ഇല്ല. അപ്പൊ ബ്ലോക്ക് സൈസ് 32 എടുക്കാൻ പറ്റില്ല. 16 എടുത്താൽ പിന്നെ 14 പറ്റുള്ളൂ. അപ്പൊ ബ്ലോക്ക് സൈസ് എത്ര എടുക്കണം? ബ്ലോക്ക് സൈസ് നമുക്കിവിടെ 64 എടുക്കണം. ബ്ലോക്ക് സൈസ് 64 എടുത്തു. ഇനി ബ്ലോക്ക് സൈസ് നമ്പർ ഓഫ് ഹോസ്റ്റ് 25. നമ്പർ ഓഫ് ഹോസ്റ്റ് 25 വരണമെങ്കിൽ ബ്ലോക്ക് സൈസ് എത്ര എടുത്താൽ മതി? ബ്ലോക്ക് സൈസ് നമുക്കിവിടെ 32 എടുത്താൽ മതി. അപ്പൊ നമുക്കിവിടെ ബ്ലോക്ക് സൈസ് എത്ര എഴുതാം? ബ്ലോക്ക് സൈസ് 32 എടുക്കാം. 15 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യണമെങ്കിലോ 15+1 അവിടെ 16 IP ആവശ്യമായിട്ട് വരും. അപ്പോഴും ബ്ലോക്ക് സൈസ് എത്ര എടുക്കണം? 32 എടുക്കണം. 10 കമ്പ്യൂട്ടറിന് എടുക്കണമെങ്കിൽ ബ്ലോക്ക് സൈസ് എത്ര എടുത്താൽ മതി? 10 എണ്ണത്തെ എടുക്കണമെങ്കിൽ ബ്ലോക്ക് സൈസ് 10+1 11. 11 എന്ന് പറയുമ്പോൾ ബ്ലോക്ക് സൈസ് 16 എടുത്താൽ മതി. ബ്ലോക്ക് സൈസ് 16 എടുത്താൽ മതി. ബ്ലോക്ക് സൈസ് 16 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലാബ് ചെയ്യാൻ സുഖമാണ്. ബ്ലോക്ക് സൈസ് 16 ആണെങ്കിൽ സബ്നെറ്റ് മാസ്ക് എത്ര വരിക? 240. ബ്ലോക്ക് സൈസ് 32 ആണെങ്കിൽ സബ്നെറ്റ് മാസ്ക് 224. ഇവിടെയും 224. ബ്ലോക്ക് സൈസ് 64 ആണെങ്കിൽ സബ്നെറ്റ് മാസ്ക് 192. 192 സബ്നെറ്റ് മാസ്ക് വന്ന CIDR വാല്യൂ 26. ഇവിടെ 27. ഇവിടെയും 27. ഇവിടെ 240 ആവുമ്പോൾ 28. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ടേബിൾ കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ ടേബിൾ അല്ലേ.
നമുക്ക് മൊത്തം 4 നെറ്റ്വർക്ക് ഉണ്ടെന്നല്ല പറഞ്ഞേ. അപ്പോൾ എ ഫസ്റ്റത്തെ നെറ്റ്വർക്ക് എഴുതാം. എയിൽ എന്തൊക്കെ ഉണ്ടാവും? നെറ്റ്വർക്ക് ഐ ഡി, പിന്നെ FEH, LVH, ബ്രോഡ്കാസ്റ്റ്. ഇവിടെ ബി എഴുതാം. ബിയിൽ ഇതേപോലെ നെറ്റ്വർക്ക് ID, FEH, LVH, ബ്രോഡ്കാസ്റ്റ്. താഴെ നമുക്ക് സി എഴുതാം, ഇവിടെ നമുക്ക് ഡി എഴുതാം. നെറ്റ്വർക്ക് ID നമുക്കൊരു IP തന്നിട്ടുണ്ടാവും. ഉദാഹരണമായിട്ട് 192.168.10.0 എന്ന് വിചാരിക്കാം. നെറ്റ്വർക്ക് ID 192.168.10.0. ബ്ലോക്ക് സൈസ് എത്രയാ? എയുടെ നെറ്റ്വർക്കിന്റെ 64. അപ്പോൾ അടുത്ത നെറ്റ്വർക്ക് തുടങ്ങുന്ന എപ്പോഴാണ്? 192.168.10.64 തുടങ്ങുക. അപ്പോൾ ബി എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് 64 തുടങ്ങുക. അടുത്ത സി എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ബിയുടെ ബ്ലോക്ക് സൈസ് എത്രയാ? 32. അപ്പോൾ സിയുടെ 192.168.10.64 32 കൂട്ടുക, 96. അടുത്ത ബ്ലോക്ക് സൈസ് എത്രയാ? 32. അപ്പോൾ 192.168.10.128. അപ്പോൾ ഇനി ബാക്കിയുള്ളത് കിട്ടാൻ സുഖമാണ് അല്ലേ? അടുത്തത് എത്രയാണ്? 192.168.10.63. ഇവിടെ 192.168.10.62. ഇവിടെ 192.168.10.1. ഇവിടെ 192.168.10.65. 192.168.10. അടുത്ത നെറ്റ്വർക്ക് 96 തുടങ്ങിയില്ലേ? അപ്പോൾ ഇവിടെ 94, ഇവിടെ 95. അടുത്തത് സി 192.168.10.97. ഇവിടെ ആകുമ്പോൾ 192.168.10.129. ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റ് 192.168.10.127. ഇത് 192.168.10.126. ഇവിടെ ആകുമ്പോൾ 128 ബ്ലോക്ക് സൈസ് 16. അപ്പോൾ അടുത്ത നെറ്റ്വർക്ക് 128 16 കൂട്ടിക്കഴിഞ്ഞാൽ 144 തുടങ്ങുക. അപ്പോൾ 192.168.10.143. ഇവിടെ 192.168.10.142. ഇങ്ങനെ നമുക്ക് എത്ര നെറ്റ്വർക്ക് കിട്ടും? 4 നെറ്റ്വർക്ക് കിട്ടും. അപ്പോൾ ഈ നെറ്റ്വർക്കുകൾക്ക് ഫസ്റ്റ് നെറ്റ്വർക്കിന് 10നും 62നും വരുന്ന ഇടയിലുള്ള IPകൾ കൊടുക്കുക. PCകൾക്ക് സബ്നെറ്റ് മാസ്ക് 192 കൊടുക്കുക. രണ്ടാമത്തെ ലാബിലെ PCകൾക്ക് 65നും 94നും വരുന്ന IPകൾ കൊടുക്കുക. സബ്നെറ്റ് മാസ്ക് 224 കൊടുക്കുക. മൂന്നാമത്തെ നെറ്റ്വർക്കിന് 97നും 126നും ഇടയിൽ വരുന്ന IP കൊടുക്കുക. സബ്നെറ്റ് മാസ്ക് 224 കൊടുക്കുക. അടുത്തതിന് 129നും 142നും ഇടയിൽ വരുന്ന IP കൊടുക്കുക. സബ്നെറ്റ് മാസ്ക് 240 കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ VLSM സബ്നെറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വേറൊരു എക്സാമ്പിൾ കൂടി വെച്ചിട്ട് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യും. വീഡിയോ കാണുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഒന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിനനുസരിച്ച് ഞാൻ വേറൊരു പ്രോബ്ലം തരാം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ ലാബ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.